എല്ലാവർക്കും നമസ്കാരം. അബിൻ ആർക്കൈവ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് ഐ ഹാവ് നോ ഐഡിയ. ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരു ദിവസം രാവിലെ 3 മണിയായപ്പോൾ, ഇവിടെ കാനഡ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ 3 മണിയായിരുന്നപ്പം എനിക്കൊരു കോൾ വന്നു. വീട്ടിൽ നിന്നായിരുന്നു. എടാ, കാനഡ ഭയങ്കര ലഹളയാണല്ലോ, ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ, കഴിഞ്ഞ ദിവസം എന്തോ എന്നാ പറയുക, അസുഖം സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് കണ്ടല്ലോ, കോവിഡിൻ്റെ പുതിയ വേരിയൻറ്റ് കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വിളിച്ച്. അവർക്ക് കിട്ടിയ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് കാനഡയെ കുറിച്ച് കുറേ കാര്യങ്ങൾ കണ്ടു. ഞാൻ എല്ലാം തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു കണ്ടൻറ്റ് കണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഇത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ അടുത്ത ആഴ്ച ആയപ്പം, അല്ല ഒരു മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഒരു ബന്ധു എന്നെ വിളിച്ചിട്ട്, എടാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടല്ലോ, ഇത് ഉള്ളതാണോ, സംഭവം എങ്ങനെയാണ് സത്യം? ഞാൻ അന്നേരവും പറഞ്ഞു കൊടുത്തു, ഇവിടെ ഞങ്ങൾക്ക് പേഴ്സണലി ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ പലയിടത്തും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അന്നേരമാണ് ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല, പിന്നെ വിട്ടു. ഈ തവണ വെക്കേഷന് നാട്ടിൽ പോയപ്പം 2020 ഞാൻ കാനഡ വരുന്നതിന് തീരുമാനിച്ച സമയത്ത് എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും, ഞാൻ കാനഡ പോകാൻ തീരുമാനിച്ചു, അവിടെ പോകാനാണ് പ്ലാൻ, അങ്ങനെ പറഞ്ഞായിരുന്നു. അതേപോലെ ഈ തവണ 2025 ചെന്നപ്പം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ബന്ധുക്കൾ ചോദിക്കുമ്പോൾ മോൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാനഡയാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ്, ഇപ്പം കുറച്ച് കാലമായി അവിടെ ആയിട്ടാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും പണ്ടത്തെ ആറ്റിറ്റ്യൂഡല്ല, നേരെ ഷിഫ്റ്റ് ചെയ്തു. അയ്യോ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യൂട്യൂബിൽ 100 കൂട്ടം കണ്ടൻസ് കാണും. ഞാൻ ഇടുന്നത് അടക്കം കുറേ പേരുടെ പേഴ്സ്പെക്റ്റീവിൽ അവരുടേതായ അനുഭവങ്ങളിൽ 100 കൂട്ടം കണ്ടൻസ് കാണും. പക്ഷേ ഒരു റിയാലിറ്റി ചെക്ക് എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളതും എൻ്റെ കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 2025 എന്ന് പറയുന്ന ഈ വർഷമെത്തി, 2024-25 ഈ വർഷത്തിൽ, ഈ കാലഘട്ടത്തിൽ എനിക്ക് ആ ചേഞ്ച് വളരെ വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 2020 വന്നു, ഒരു 21 സ്റ്റാർട്ടിങ് ആ ടൈമിലെത്തി. അന്നേരം പാർട്ട് ടൈം ഒക്കെ കുഴപ്പമില്ല, കിട്ടാൻ പാടായിരുന്നു, വിൻ്റർ ടൈം ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ പക്ഷേ പെട്ടെന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പം ആ ഷിഫ്റ്റ് വന്ന് 25-24 ആ ടൈം ആയപ്പോഴത്തേക്ക് ഒരു പാർട്ട് ടൈം വരെ കിട്ടാൻ അത്യാവശ്യം നല്ല രീതിയിൽ പാടാണ്. എല്ലാവരും പറയുമ്പം നല്ല കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങളും അതേപോലെ ഉണ്ട്. നല്ല ജോലിയിൽ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം പേഴ്സണലി. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാം നല്ലത് തന്നെ കാണിക്കണമെന്നില്ല. ഒരാൾ വ്യൂസിന് വേണ്ടി, ഇപ്പം ഞാൻ കാനേഡിയൻ സ്വപ്നത്തിൻ്റെ അവസാനം, അത് കഴിഞ്ഞിട്ട് മൈ PR സ്റ്റോറി, പിന്നെ ഒരു കുറച്ച് ഇതും കൂടെ കൂട്ടി ഒരു ഹെഡിങ് ഇട്ടു. പക്ഷേ ആൾക്കാർ വായിച്ചത് ഈ കാനേഡിയൻ സ്വപ്നത്തിൻ്റെ അവസാനം എന്ന് പറയുന്ന ആ നെഗറ്റീവ് ആയിട്ടുള്ള പാർട്ട് മാത്രമാണ്. പക്ഷേ ആ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ PRൻ്റെ പ്രോസസ്സ് നടന്നത്, എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷേ ആൾക്കാരെടുത്തത് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പം നാട്ടിലുള്ള പലരുടെയും മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കളല്ല ബന്ധുക്കൾ, ഞാൻ പറയാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ നാട്ടിലാണ്. സോ അവർക്ക് ഈ ന്യൂസ് കിട്ടാനുള്ള ഏക വഴി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനലുകൾ. ഇപ്പോൾ അവിടെ ഈ പല പ്രശ്നങ്ങൾ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും കാനേഡിയൻ ഗവൺമെൻറ്റും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാലും അതെല്ലാം നമ്മളെ ഇപ്പം നേരിട്ട് ബാധിക്കുന്നില്ല. ഇൻഡയറക്റ്റ്ലി പല കാര്യങ്ങളിൽ ഇപ്പോൾ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ PRൻ്റെ കാര്യങ്ങളാണ് ബാധിക്കുന്നത്. പക്ഷേ വ്യൂസിനായിട്ടും പലതിനായിട്ടും ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പം അത് ഊതിപ്പെരുപ്പിച്ച് പലരും നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് നല്ല രീതിയിൽ പേഴ്സണലി മനസ്സിലായി. ഇപ്പോൾ ഒരു കണ്ടൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല സാധനവും എടുക്കാം, മോശം കാര്യങ്ങളും എടുക്കാം. നല്ല കാര്യങ്ങൾ ഒരാളെ സഹായിക്കാൻ എടുക്കാം, അല്ലെങ്കിൽ അത് അയാളെ ദ്രോഹിക്കാനായിട്ടും നമുക്ക് എടുക്കാം. പക്ഷേ അത് എടുക്കുന്ന ആളുടെ അവസ്ഥ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ വർക്ക് പെർമിറ്റ് തീരാനിരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ PRൻ്റെ കാര്യം ഒന്നും ആകാത്തിരിക്കുന്ന ഒരാളോട് PR വലിയ കാര്യമില്ല, കിട്ടിയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് ഭയങ്കര മുറിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഒരു ജോലി ഇല്ലാത്ത ഒരാളോട് ജോലി ഇപ്പം പെട്ടെന്നൊക്കെ കിട്ടിയിട്ട് തന്നെ കാര്യം, ജോലിയും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ല ജോലി വേണമെന്ന് പോയി അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വിഷമാവുകയാണ് ചെയ്യുന്നത്. സോ സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറേണ്ട കാര്യങ്ങളിലും, ഈ PRൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ PR കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ഈ 540 എന്ന് പറയുന്ന പോയിൻ്റ് ഒരു മാസ്റ്റേഴ്സ് ഉള്ള ഒരാൾക്ക് PNP വഴിയോ, അല്ലെങ്കിൽ എന്നാൽ പോലും IELTSന് നല്ല സ്കോർ ഇല്ലെങ്കിൽ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പഴയ ഞാൻ ഓർക്കുന്നുണ്ട് 2020 സമയത്തിന് മുന്നേ 2019 ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് CRS കാൽക്കുലേറ്റർ എടുത്ത് ഒരു 453 അല്ലെങ്കിൽ 467 ഒക്കെ കിട്ടിയാൽ കിട്ടൂലോ എന്നൊക്കെ ഓർത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു CRS പോയിൻ്റ്. പക്ഷേ അതിപ്പോൾ 530, 490 ഒക്കെ ഉള്ളവരൊക്കെ അവിടെ കിട്ടാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ
നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേറെ 2 കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഏജൻസികൾ ഡയറക്റ്റ് PR കിട്ടും, ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നേരെ ഇവിടെ എത്തിച്ചു തരാമെന്നും പറഞ്ഞ്, നമ്മുടെ കേരളത്തിലാണെന്ന് ഓർക്കണം, അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞേക്കുന്നത് 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എത്ര രൂപ, അതൊരു ഫാമിലി മൊത്തമാണ് 4 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എത്ര രൂപയാകുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ്, എന്താ പറയുക, ഭയങ്കര തെറ്റായ കാര്യമാണ്. ഒന്നാമതേ മനുഷ്യർ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അത് ചൂഷണം ചെയ്ത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് നോക്കിയാണ് പല ഏജൻസികളും പലരും ഇങ്ങനെ പറയുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളാണ് ഫസ്റ്റായിട്ട് അന്വേഷിക്കേണ്ടത്. ഈ ഏജൻസിക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപടി അങ്ങ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി, എന്നാ പറയുക, വലിയ ഡിസാസ്റ്ററിലോട്ടായിരിക്കും അത് പോകുന്നത്. പലരും പല കോഴ്സുകൾ, ചില കോഴ്സുകളൊക്കെ ഉണ്ട്, എന്നാ പറയുക, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഇവിടെയുള്ളവർ പലതവണ പറഞ്ഞിട്ടും ഈ ഏജൻസിക്കാർ അല്ലെങ്കിൽ പലരും ക്യാൻവാസ് ചെയ്ത് വിട്ടിട്ട് ആ കോഴ്സ് തന്നെ എടുത്തിട്ട് നാശത്തിലോട്ട് പോയ അവസ്ഥയിലുള്ള പല കോഴ്സുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ കുറച്ച് നമ്മുടെ തലവരെയും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ശരിയാകണമെന്ന് എല്ലാം ശരിയായിട്ട് ഒരു മനുഷ്യനും കാണത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ നല്ല വശം മാത്രം കാണിച്ചു തരുന്ന പോലെ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നെഗറ്റീവ് സൈഡ് മാത്രം കാണിച്ചു തരുന്ന ഒരു പ്രവണതയും കൂടെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡൈജസ്റ്റ് ചെയ്യാവുന്ന, ലൈക്ക് കിട്ടുന്ന കണ്ടൻറ്റ് അതേപടി ഡൈജസ്റ്റ് ചെയ്യാണ്ട് മനസ്സിലാക്കുക ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്. PR കിട്ടാൻ ഇപ്പോഴത്തെ അവസ്ഥ നല്ല പാടാണ്. നല്ല പോയിൻറ്റ്സ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പാടാണ്. PNP എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ PRന് മിക്കവർക്കും തന്നെ കിട്ടുന്നത്. പിന്നെ ഫെഡറലിൻ്റെ പണ്ടൊരു സ്കിൽഡ് ഒരു ഇതുണ്ടായിരുന്നു, അതും ഒരു എളുപ്പമുള്ള വഴിയായിരുന്നു. പക്ഷേ ഇപ്പം അത്യാവശ്യം ടൈറ്റാണ് കിട്ടാൻ. ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞത് ഇപ്പം ജോലി ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ ഒരു ജോലി കിട്ടാൻ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ജോലി ഉണ്ടെങ്കിൽ തന്നെ ലേ ഓഫ് ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാൾ രക്ഷപ്പെട്ടാൽ കൂടെയുള്ള ഒരാളെയും കൂടെ രക്ഷിക്കാൻ ഒരു മനസ്സ് കാണിക്കാൻ പലരും റെഡി ആയിട്ടില്ല. ഇപ്പോൾ ഒരു നല്ല ജോലി അല്ലെങ്കിൽ ഒരു ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒരു റെഫറൻസിനാണെങ്കിൽ പോലും ചിലവരോട് ചോദിക്കുമ്പോൾ ഭയങ്കര എന്നാ പറയുക, രക്ഷപ്പെടേണ്ട എന്ന രീതിയിലുള്ള സംസാരമാണ്. അപ്പം ഇപ്പോൾ ഒന്നാമത്തെ സ്ട്രഗിളിങ് അവസ്ഥയിലാണ്. സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് പെർമിറ്റിലുള്ളവരാണെങ്കിലും പലരും സ്ട്രഗിളിങ് ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നവരുമുണ്ട്, അതേപോലെ നല്ല ജോലി ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞു തന്നെ ഇരിക്കും, ഇപ്പോൾ ജോലി ഇല്ല എന്ന് പറഞ്ഞിരിക്കും. എനിക്കറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന കുറേ പേര് വളരെ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന നല്ല ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ സിറ്റുവേഷൻ മനസ്സിലാക്കുക, ഇപ്പോൾ പൊതുവേ ജോലി കിട്ടാൻ അല്പം പാടാണ്. അന്നേരം നിങ്ങളെ കൊണ്ട് ആരെങ്കിലും സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് സഹായിക്കുക, അല്ലെങ്കിൽ PRന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. ഇതിൻ്റെ അകത്ത് ജോലീൻ്റെ കാര്യം ഇങ്ങനെയാണ്. PRൻ്റെ കാര്യമാണേലും ഇപ്പോൾ പോയിൻറ്റ്സ് എല്ലാം അത്യാവശ്യം ടൈറ്റാണ്, കിട്ടാൻ നല്ല പാടാണ്. ഈ നാട്ടിൽ വരുമ്പോഴേ വെക്കേഷൻ അല്ലെങ്കിൽ ഒന്ന് സമാധാനത്തിന് വേണ്ടി ഒരു മാസത്തേക്ക് നാട്ടിൽ വരുമ്പോഴത്തേക്കും മോന് ജോലി ആയോ PR ആയോ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ബി കൈൻഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. പലരും ഒന്ന് നാട്ടിൽ വരുന്ന ഒരു മാസം അല്ലെങ്കിൽ ഒരു ഇച്ചിരി നാളത്തേക്ക് സമാധാനമായിട്ട് വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് ആലോചിച്ചാണ് വരുന്നത്. അപ്പം 100 കൂട്ടം ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക അവരെ ബോംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇറിറ്റേറ്റിംഗ് ഫോർ മോസ്റ്റ് ഓഫ് ദം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, നല്ല അവസ്ഥയിലും നല്ല ജോലിയിലും ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ബി കൈൻഡ് ഓഫ് എംപത്തറ്റിക് ടു അതർ പീപ്പിൾ അറൗണ്ട് യു. ഇപ്പം ഞാൻ കാനഡേൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ കാനഡയിലല്ലാണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലാണേലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആണേലും പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുന്ന പല കൂട്ടുകാരുണ്ട്. യൂറോപ്പിൽ പലയിടത്തായിട്ടും അങ്ങനെ പല സ്ഥലത്തായിട്ട് എല്ലാ കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും പറയുന്നത് എന്താ, ഇപ്പം ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. അത് സിറ്റുവേഷനും പോപ്പുലേഷനും എല്ലാം കൂടെ ഇങ്ങനെ എക്സ്ട്രീം ആയപ്പോൾ പല എക്കണോമിയും പിന്നെ നോക്കണം, പലയിടത്തും ജോലി കിട്ടാൻ പാടാണ് എന്നും പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതേപടി ഡൈജസ്റ്റ് ചെയ്യാണ്ട് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ കണ്ടൻറ്റ് എടുക്കുമ്പോൾ ഇത് ആരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് കൂടി ആലോചിക്കുക. ഞാനിപ്പം ഒരു കാര്യം പറയാം. എൻ്റെ ആ ഒരു വീഡിയോ കനേഡിയൻ സ്വപ്നത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഹെഡിങ് ഉള്ള ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അതിൻ്റെ അകത്തെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 to 50 years ഓൾഡ് അല്ലെങ്കിൽ 50 വയസ്സുള്ള മധ്യവയസ്കരാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം എന്തുവാ, പലരുടെയും മാതാപിതാക്കൾ നാട്ടിൽ മക്കളുടെ അവസ്ഥ എന്താണ് എന്ന് വേവലാതിപ്പെട്ടാണ് ഇരിക്കുന്നത്. അന്നേരം സഹായകരമാകും എന്ന രീതിയിൽ ഇറക്കിയപ്പോഴും എൻ്റെ ഭാഗത്തുനിന്ന് വരെ ഒരു പിഴ എന്ന നിലയിൽ ഒരു നെഗറ്റീവ് ഹെഡ്ലൈനാണ് ഞാൻ അറിയാണ്ട് കൊടുത്തത്. സോ
ഞാൻ ഇത്ര പറയുന്നുള്ളൂ, അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫുൾ കണ്ടൻറ്റ് നോക്കി നിങ്ങളെ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇപ്പം ഞാൻ പറയുന്നത് 100% ആയിട്ട് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കാനഡയിലെ അവസ്ഥ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജോലി കിട്ടാൻ ഇച്ചിരി പാടാണ്. PR-ൻ്റെ കാര്യം കുറച്ച് പാടാണ്, നല്ല രീതിയിൽ പാടാണ്. അപ്പോൾ ബി കൈൻഡ് ഓഫ് ടു പീപ്പിൾ. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സഹായിക്കുക. പിന്നെ ഏജൻസിക്കാർ പറയുന്ന അതേപടി ദഹിക്കരുത്. പല മാർക്കറ്റിംഗ് പരിപാടിയും പല തന്ത്രങ്ങളും പല പരസ്യങ്ങളും പല സ്ഥലത്ത് നിങ്ങൾ കാണും. പക്ഷേ അതേപടി നിങ്ങൾ എടുക്കാണ്ട് അതിൻ്റെ അകത്തുള്ള ജിസ്റ്റ് മാത്രം മനസ്സിലാക്കി പറ്റുവാണെങ്കിൽ അതിൻ്റെ അകത്തെ നല്ല കാര്യങ്ങൾ എടുക്കുക. പിന്നെ ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ ഒരിടയ്ക്ക് ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാവരെയും സഹായിക്കാൻ റെഡിയായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അത് നെഗറ്റീവായിട്ട് എടുത്ത് ഞാൻ രക്ഷപ്പെട്ടു, ഇനി ബാക്കിയുള്ളവർ രക്ഷപ്പെടേണ്ട എന്ന രീതിയിലാണ് പറയുന്നത് എന്നൊരു തലത്തിലോട്ട് ആൾക്കാർ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൂടെയുള്ളവരടക്കം പലരും ഒന്നും പറയാണ്ടായത്. ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പല കണ്ടൻറ്റ് നിങ്ങൾ കാണും. ഓരോ ദിവസവും എന്ന് പറഞ്ഞ പോലെ PR-ൻ്റെ കാര്യവും അതും ഇതും പറഞ്ഞ് കുറേ കണ്ടൻറ്റ്സ് ഞാനടക്കം ഇടുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് എന്ത് നിങ്ങൾ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് വിട്ടിരിക്കുകയാണ്. ശരിക്കും എല്ലാം അതേപടി ഡൈജസ്റ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നതാണെങ്കിൽ പോലും എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കില്ല. സോ നിങ്ങളുടെ ലോജിക്കും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കി അത് നാട്ടിലുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് മാത്രം എല്ലാം ഡൈജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് ഒരു എന്നാ പറയുക, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയും കാര്യങ്ങൾ പല രീതിയിൽ പലയിടത്തും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഏജൻസിക്ക് വെറുതെ പോയിട്ട് പൈസയൊന്നും ആവശ്യമില്ലാണ്ട് 4 ലക്ഷം രൂപ കൊടുത്താൽ PR കിട്ടും, അല്ലെ 5 ലക്ഷം രൂപ കൊടുത്താൽ PR അല്ലെങ്കിൽ എല്ലാം കിട്ടും എന്നും പറഞ്ഞ് പലരും നാട്ടിലിപ്പം എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. അന്നേരം നിങ്ങൾ ഓർക്കുക, ഇതിൻ്റെ അകത്ത് അവർ വെറുതെ ഒരു കാര്യം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫുഡ്, ഓഫർ ലെറ്റർ എല്ലാം അയച്ചു കൊടുക്കും. അന്നേരം എല്ലാം ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ പല കാര്യങ്ങളിലും എന്നാ പറയുക ക്രിട്ടിക്കലായിട്ട് സംശയം തോന്നിപ്പോൾ. ഇവിടെ ഉള്ളവർക്ക് PR കിട്ടാൻ പാടാ. അന്നേരം നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരണമെങ്കിൽ അവരെന്തൊക്കെ ചെയ്യണം? ആ CRS കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒറ്റൊരു സാധനം നോക്കിയാൽ നിങ്ങൾക്ക് തരും. എങ്കിലും നാട്ടിൽ ഇതിൻ്റെ ഇടയിൽ പലരെയും പറ്റിക്കാൻ നോക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ അല്ലെ 5 ലക്ഷം രൂപ കൊടുത്താൽ എല്ലാം സെറ്റാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് മൊത്തം 4 പേർക്ക് 4 ലക്ഷം രൂപ അല്ലെ 3 ലക്ഷം രൂപയ്ക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസ പോലും ആകുന്നില്ല. ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 വേ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വിട്ടാലും സംതിങ് ഈസ് മിസ്സിങ്. എന്തൊക്കെയോ കാര്യങ്ങൾ തകരാറുണ്ട്. അന്നേരം ഇവിടെ ഉള്ളവരോട് ചോദിക്കുക, എന്നിട്ട് എല്ലാം ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. ഞാൻ ഇവിടുത്തെ നെഗറ്റീവ് കണ്ടൻറ്റ്സ് ഇടുന്നതിനെതിരെയോ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതിനെതിരെയോ അല്ല പറയുന്നത്. പക്ഷേ ഈ കണ്ടൻറ്റ്സ് എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനോട് മാത്രം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം ഇട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ നിൽക്കുന്ന പേരൻസ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആണ്. അന്നേരം അത് ഇച്ചിരിയും കൂടെ കുറച്ചുകൂടെ പാടാക്കി കൊടുക്കുകയാണോ വേണ്ടേ എന്ന് ആലോചിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം മാത്രമാണ്. ടിൽ നെക്സ്റ്റ് വീഡിയോ, ഗുഡ് ബൈ. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams.